ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് ടെസ്റ്റി കിച്ചൺ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത 2 പഴമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല സ്വീറ്റായിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. എന്നാൽ പുറംഭാഗമൊക്കെ ആണെങ്കിൽ നല്ലപോലെ തന്നെ മൊരിഞ്ഞ് എന്നാൽ ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ പഴത്തിന് നല്ലൊരു സ്വീറ്റ്നെസ് വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഉറപ്പായിട്ടും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കുക കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി നമ്മുടെ ഈ റെസിപ്പി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോയിട്ട് എങ്ങനെ നമ്മുടെ അടിപൊളി റെസിപ്പി ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പം ഞാനിവിടെ ഒരു 3 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പഴുത്തതാണ് കേട്ടോ. എന്നരുതി ഒരുപാടങ്ങ് പഴുത്ത് ശരിക്കും അങ്ങനെ ഞെങ്ങ് കൊണ്ട പഴമല്ല, അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇതിപ്പോൾ മീഡിയം സൈസുള്ള പഴമായതുകൊണ്ട് ഞാനിവിടെ 3 പഴം എടുത്തിട്ടുണ്ട്. എടുത്തിരിക്കുന്ന 3 പഴം ഇതേപോലെ കട്ട് ചെയ്തും കൂടി വെച്ചിട്ടുണ്ട്. നിങ്ങളിത് ഈ ഒരു വലിപ്പത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് നെയ്യിലിട്ട് നല്ലതുപോലെ തന്നെ ഒന്നിങ്ങ് റോസ്റ്റ് ചെയ്ത് എടുക്കാനുള്ളതാണ്. ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാനായിട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്ത് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യും നല്ലപോലെ തന്നെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പഴമുണ്ടല്ലോ, അത് നമുക്ക് ഈ നെയ്യിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യ്ക്ക് പകരം വേറെ വെളിച്ചെണ്ണയോ ഓയിലോ അങ്ങനെയൊന്നും ചേർക്കാതിരിക്കുകയായിരിക്കും നല്ലത്. നെയ്യ് തന്നെ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി പഴം ആ നെയ്യ് കിടന്നുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടേറി വരട്ടെ. ശരിക്കും പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ ഒന്ന് ചൂട് കയറി വന്നാൽ മാത്രം മതിയാവും. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് ഇത്രയും മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെയും ചേർത്ത് കൊടുക്കാം. ചേരുവകളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ തേങ്ങ ചിരകിയതാണ്. 3 നമ്മുടെ പഴം എടുക്കുന്നതിന് ഒരു ചെറിയൊരു പിടി തേങ്ങ ചിരകിയത് അത്ര മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മുടെ സ്നാക്സിന് നല്ല ടേസ്റ്റ് വരാനായിട്ട് കുറച്ച് കാഷ്നട്ടും മുന്തിരിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര കുറച്ചും കൂടി വേണമെങ്കിൽ അത് ചേർത്താൽ മതി. എനിക്കിപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ. ഒരുപാടങ്ങ് മധുരം കൂടുതലുമില്ല, എന്നാൽ തീരെ അങ്ങ് കുറവുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങയും കാഷ്നട്ടും മുന്തിരിയും അതേപോലെ തന്നെ ഏലക്കപ്പൊടിയും പഞ്ചസാരയും എല്ലാം പഴത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സായിട്ട് ശരിക്കും ഒന്ന് യോജിച്ച് വരുന്നവരെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ പഴത്തിൻ്റെ അടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്നങ്ങ് പതുക്കെ ഒന്ന് റോസ്റ്റായിട്ട് വരും. ഒരുപാടങ്ങ് കരിഞ്ഞൊന്നും പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടോ, എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് പഞ്ചസാരയൊക്കെ ആണെങ്കിലും ശരിക്കും ഇങ്ങനെ അലന്ന് തേങ്ങയൊക്കെ ആണെങ്കിലും അത്യാവശ്യം പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇടയ്ക്കെടുത്ത് കുറച്ചൊന്ന് കടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും മധുരമൊക്കെ പാകത്തിനാണോ എന്ന്. ഇപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. നന്നായിട്ട് മിക്സായിട്ട് വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ മിക്സ് അവിടെ തണുത്ത് വരുന്ന സമയത്ത് വേറൊരു മിക്സും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മുടെ പഴംപൊരിക്ക് ഒരു മാവൊക്കെ റെഡിയാക്കി എടുക്കില്ലേ, അതേപോലെ ചെറിയൊരു മാവും കൂടി ഒന്ന് റെഡിയാക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ പഴംപൊരിയുടെ ആ ഒരു മിക്സ് റെഡിയാക്കുന്ന ആ ഒരു പരുവത്തി തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. 1 കപ്പ് മൈദ അത്രയും മതിയാവും. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരേ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടി തന്നെയാണ്. കൂടെ തന്നെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണൊന്നും വേണ്ട, ആദ്യമേ നമ്മൾ ചേർത്താണല്ലോ, അതുകൊണ്ട് കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടി അത്ര മാത്രം മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്തതല്ലേ, അതുകൊണ്ട് പതുക്കെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു അത്ര മാത്രം മതി. ഇനി കളറിന് വേണ്ടിയിട്ട് വേറെ ഫുഡ് കളറൊന്നുമല്ല, കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണൊന്നും വേണ്ട, അതിനകത്ത് താഴെ മാത്രം മതി. ജസ്റ്റ് ഒരു കളറിന് വേണ്ടി അത്ര മാത്രമേ ഉള്ളൂ. നല്ലപോലെ പൊങ്ങി ഉള്ളൊക്കെ ശരിക്കും സോഫ്റ്റായിട്ട് വരാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ എടുത്ത് ബേക്കിംഗ് സോഡയും കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ചേർത്തിരിക്കുന്ന എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ശരിക്കും ഒരു മാവിൻ്റെ രൂപത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം കൂടി പോകരുത്, അതേപോലെ തന്നെ തീരെ കുറഞ്ഞു പോകരുത്. നോക്കി ഇതേപോലെ കുറച്ച് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും.
ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുമ്പോൾ നല്ലപോലെ പൊങ്ങി ഉള്ളൊക്കെ ശരിക്കും സോഫ്റ്റ് ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു മഞ്ഞ കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവം കണ്ടോ, ഒരുപാട് കട്ടിയല്ല, എന്നാൽ തീരെ അങ്ങ് കനം കുറഞ്ഞിട്ടില്ല, പാകത്തിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മാവൊക്കെ ആണെങ്കിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പഴത്തിൻ്റെ ചൂടൊന്ന് ആറിയൊന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ പഴത്തിൻ്റെ തീ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് എന്ന് കരുതി ഒരുപാടങ്ങ് തണുത്തൊന്നും പോയില്ല കേട്ടോ. ഈ ഒരു പരുവത്തിന് മതിയാവും. നമ്മുടെ കയ്യിലൊന്ന് എടുത്ത് പിടിച്ച് ഉരുട്ടിയെടുക്കാൻ പറ്റാവുന്ന ആ ഒരു പരുവത്തിന് പഴം കിട്ടിയാൽ മാത്രം മതി. പഴത്തിൻ്റെ ചൂടൊന്ന് അറിയാൻ മാത്രം മതി. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പാകമാണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ കുറച്ചെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി ഇതങ്ങ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതേപോലൊരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ടാണ് എടുക്കുന്നത്. നമുക്കിപ്പോൾ ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം, അതൊന്നും ഒരു പ്രശ്നമില്ല. ബാക്കി എല്ലാ പഴവും ഇതേപോലെ നമുക്കിങ്ങ് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഒരു 8 എണ്ണം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ചെറുതുമല്ല, എന്നാൽ ഒരുപാടങ്ങ് വലുതുമല്ലാത്ത ഒരു പാകത്തിനുള്ള ഒരു 8 സ്നാക്സിനുള്ള മിക്സ് ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഓയിലൊക്കെ നല്ലപോലെ തന്നെ ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ പഴം ഉണ്ടല്ലോ, എടുത്ത് വെച്ചിരിക്കുന്ന പഴം നമ്മുടെ ഈ മിക്സിലങ്ങ് മുക്കിയിട്ട് നേരെ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. കണ്ടത് നന്നായിട്ട് കോട്ടായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ആണെങ്കിലും ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോട്ട് ചെയ്ത് വെച്ചിട്ട് ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഗ്യാസൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോ സ്നാക്സും ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുത്ത് 2 വശം റെഡിയായി കഴിയുമ്പോൾ ഇങ്ങ് കോരിയെടുക്കാം. ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഴം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കയ്യിലെടുത്ത് ഷേപ്പാക്കി എടുക്കില്ലേ, ആ നേരത്ത് ചിലപ്പോൾ നന്നായിട്ട് അങ്ങ് പഴുത്ത പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയ്യിൽ പിടിച്ച് അത്ര ഷേപ്പാക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഒരുപാട് കൂടി പോകരുത്. ഒരു ടേബിൾ സ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോ അത്ര മാത്രം മതി. നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നോക്കുക, എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല, കറക്റ്റായിട്ട് തന്നെ വന്നിരുന്നു. പഴമൊക്കെ ആണെങ്കിലും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് അടിപൊളിയായിട്ട് നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ കോരിയെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ മാവിൽ മുക്കി എണ്ണയിലേക്കിട്ട് ഇങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഗ്യാസൊക്കെ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറംഭാഗം പെട്ടെന്നങ്ങ് മുരിഞ്ഞു പോകും. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് തന്നെ 2 വശം ഫ്രൈ ആയിട്ട് ഇങ്ങ് റെഡിയാക്കി എടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ് എന്ന് പറയുന്നത്. നല്ല എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. മധുരമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പഴത്തിൻ്റെ ആ ഒരു മധുരവും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കണ്ടോ, ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുറംഭാഗമൊക്കെ ആണെങ്കിലും ശരിക്കും മുരിഞ്ഞ്, ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല മധുരത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പഴം കൊണ്ട് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂട് ചായയോടൊപ്പം ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക. കൂടെ തന്നെ വീഡിയോ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതേപോലുള്ള കിട്ടിലും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.